പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നമ്മുടെ ചുറ്റും നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഭയാനകമായ ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. അവർ മറ്റാരുമല്ല, ഈ ലോകത്തെ തുച്ഛമായ തിരക്കുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ 5 വക്ത് നിസ്കാരത്തെ സമയം കിട്ടിയില്ല എന്ന നിസ്സാര കാരണം പറഞ്ഞ് മാറ്റിവെച്ചവർ. ജോലിയുടെ മലവെള്ളപ്പാച്ചിലിൽ, പണത്തിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ അവർക്ക് റബ്ബിനോട് സംസാരിക്കാൻ പോലും നേരമില്ല. ഇന്ന് അവരോട് നിങ്ങൾക്ക് എത്ര നിസ്കാരം ഖലാ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കണക്കെടുക്കാൻ പോലും അവർക്കാവില്ല. കാരണം അത്രയേറെ അവർ അത് കളഞ്ഞുകുളിച്ചിരിക്കുന്നു. സഹോദര സഹോദരി, ഒരൊറ്റ നിമിഷം, എന്തിനു വേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഈ ദുനിയാവിൽ കോടികൾ സമ്പാദിക്കാനോ വലിയ ബിൽഡിങ്ങുകൾ പണിയാനോ അല്ല നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ, നാളെ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നിങ്ങളുടെ കൂടെ എടുക്കാൻ കഴിയുന്നത് എത്ര വിലയുണ്ടെന്നറിയുമോ? ഒരുപക്ഷെ 300 രൂപ പോലും വിലയില്ലാത്ത 3 കഷ്ണം വെള്ളത്തുണി മാത്രം. ഈ 3 തുണിക്കായിട്ടാണോ നിങ്ങൾ റബ്ബിനെ മറന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത്? നമ്മൾ ഓരോരുത്തരും വിറയ്ക്കുന്നൊരു സത്യമുണ്ട്. ഖബറിൽ വെച്ച് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. ആ ചോദ്യത്തിൽ നാം പരാജയപ്പെട്ടാൽ പിന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഒഴിയാനോ രക്ഷപ്പെടാനോ കഴിയില്ല. അവിടെ പരാജിതനാകുന്നവന് പിന്നെ പറയേണ്ടതില്ലല്ലോ. ഭയാനകമായ നരകമാണ് അവന്റെ മുന്നിൽ വാതിൽ തുറക്കുക. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരായിക്കൊള്ളട്ടെ, 5 വഖത്ത് നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക. ഖലാ ആയി കിടക്കുന്ന നിസ്കാരങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടാൻ പരിശ്രമിക്കുക. ഇനിയെങ്കിലും ഒരു നിമിഷം പോലും വൈകാതെ നിസ്കാരത്തെ അതിന്റെ സ്ഥാനത്ത് വെച്ച് ആദരിക്കുക. നാളെ പരലോകത്ത് വെച്ച് ഈ ദുനിയാവിൽ വെച്ച് നിസ്കാരം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ നരകം വാങ്ങിക്കൂട്ടുന്ന ആ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകരുത് ട്ടോ. ഒരു പ്രതിജ്ഞ എടുക്കുമോ? ഇന്നു മുതൽ ഉറപ്പായും എന്ത് തിരക്കേറിയ സമയമാണെങ്കിലും ആദ്യം നിസ്കാരം, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്ന നിലയിൽ ഞാൻ എന്റെ ജീവിതം ചിട്ടപ്പെടുത്തും എന്ന് പ്രതിജ്ഞയെടുക്കുന്നവർ ആത്മാർത്ഥമായി ഒരു ഇൻഷാ അല്ലാഹ് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു കമന്റ് അശ്രദ്ധയിലായിപ്പോയ മറ്റൊരു സഹോദരിക്ക് ഒരു ശക്തമായ മോട്ടിവേഷനായെങ്കിലോ. നിങ്ങൾ കാരണം ഒരാൾ ഒരു നന്മ ചെയ്യാൻ തയ്യാറായാൽ അവർ ചെയ്യുന്നതിന്റെ മുഴുവൻ പ്രതിഫലവും നിങ്ങൾക്കും ലഭിക്കും. അതുകൊണ്ട് ഈ ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.